ഇവന്റെ ഒരു ചെറിയ നുണ കൊണ്ട് ഞാൻ വീണ്ടും ആദിത്യപുരത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ ഈ നാടിനെയും ജനങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, കർഷകരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാ. ഞങ്ങൾ വൈദേഹി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് വന്നിരിക്കുക. ചില കള്ളങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ നിന്നെ പറ്റിച്ച് കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ ഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. ഈ തീരുമാനം ആദിത്യപുരം ജമീന്ദാറിൻ്റെതല്ല, അന്നപൂർണയുടെ മകൻ രാമുവിൻ്റെതാണ്. അമ്മുമോളെ, ശരിക്കും അന്നപൂർണ ദേവിയുടെ മകൻ കല്യാണം കഴിക്കാൻ തയ്യാറായപ്പോ പിന്നെ എന്തോന്ന് ആലോചിക്കാനാ? എനിക്ക് വേണ്ടത് ഞാൻ ആദ്യം പരിചയപ്പെട്ട രാമുവിനെ തന്നെയാ. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, നിനക്കും ആദിത്യപുരത്തുകാർക്കും എന്നും ആദ്യം പരിചയപ്പെട്ട രാമു ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കല്യാണം വേണമെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ നിശ്ചയം നടത്തി കളയാം. അല്ലടാ, അങ്ങനെ തന്നെ. ഹരി എവിടാ? അവനെ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെന്നേ. അവൻ അഭിനയിക്കല്ല, നിന്റെ സ്വത്ത് കെട്ടാനുള്ള പരിപാടിയാ. ഹലോ ഹലോ, രാമു, ഇവിടെ വാ. എന്താ ഉണ്ടായത്? ആരാ ഇതൊക്കെ ചെയ്തേ? ആരാണോ? മുല്ലപ്പള്ളി 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 നാഗഭൂഷണം. നമസ്കാരം. നിങ്ങൾ ദേഷ്യത്തിലെടുത്ത തീരുമാനം കൊണ്ട് എനിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. നിങ്ങൾ ഒരു തവണ ആലോചിച്ച് നോക്ക്. എന്റെ സ്വത്തല്ല ഇപ്പൊ നിങ്ങളില്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഞാനൊന്നും നിയന്ത്രിച്ചിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും മുത്തച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? മുത്തച്ഛനെ ക്രൂരമായി കൊന്നണം. സ്ത്രീകളോട് പോലും കരുണ കാട്ടി. രാജരാജവർമ്മയുടെ പേരനായിട്ട് എനിക്ക് ജീവിക്കാനായില്ല. എന്നോട് ക്ഷമിക്കട, എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്കട. എടാ, ഇവിടെ മുത്തച്ഛനും പേരക്കുട്ടിയും മരിച്ചു. അവിടെ നിന്റെ പണി തുടങ്ങി. പോയി കൊല്ലടാ അവളെ. അയ്യോ അമ്മ, മോളെ രക്ഷപ്പെട്ടോ? നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ. അപ്പൊ നീ രക്ഷപ്പെടാ, പോ.
പേടിക്കണ്ട, നിനക്കൊന്നുമില്ല. ഒന്നുമില്ലടാ. ഇല്ല, ഒന്നുമില്ലടാ. ഒന്നുമില്ല. ഒന്നുമില്ലടാ. കണ്ണു തുറക്ക്. അമ്മ കണ്ണു തുറക്കടാ. കണ്ണു തുറക്ക്. അമ്മ കണ്ണു തുറക്കടാ. ഒന്നുമില്ലടാ. അവര് തമ്മിൽ നല്ല ചേർച്ചയാ. ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവനെയും കൊന്നു കളഞ്ഞേക്കണം. എന്റെ അമ്മയാണ് സത്യം. എന്റെ എല്ലാമായിരുന്ന അമ്മുവാണ് സത്യം. ഇതിന് കാരണക്കാരായ ഒരുത്തനെയും ഞാൻ ഇനി ജീവനോടെ വച്ചേക്കില്ല. ഇന്ന് നിന്റെയൊക്കെ അവസാനമാടാ.